നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. അമ്പമ്പോ ഹാരി കെയ്ൻ ആ രണ്ടാമത്തെ ഗോളൊക്കെ ഉണ്ടല്ലോ, എന്ത് പറഞ്ഞ് വിളിക്കണം. കിടിലൻ കിടിലൻ രണ്ട് കിടിലൻ ഗോളുകൾ, ഒരു ഹെഡറും പിന്നൊരു കിണ്ണങ്കാച്ചി ഷോട്ട് വലയിലേക്ക് അടിച്ചങ്ങ് കയറ്റിയതും. ഹാരി കെയ്ൻ്റെ ഗോളടി മികവിന് മുന്നിൽ DR കോങ്കോയുടെ പോരാട്ട വീര്യം നിഷ്പ്രഭമായി പോയി. 2-1 വിജയമാണ് ഇംഗ്ലണ്ട് കോങ്കോക്ക് മേൽ നേടിയിരിക്കുന്നത്. ഇംഗ്ലണ്ട് ഇതാ റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുന്നു. കോങ്കോ തുടക്കത്തിൽ തന്നെ ഞെട്ടിച്ചതാണ്. അതിന് മറുപടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തര ശ്രമം, പക്ഷേ 75-ാമത്തെ മിനിറ്റിൽ മാത്രമേ ഫലം കണ്ടുള്ളൂ ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന് മാത്രം. എന്തായാലും ഹാരി കെയ്ൻ തന്നെയാണ് ഹീറോ. ഈ 2 ഗോളുകളോടെ വേൾഡ് കപ്പിൽ 13 ഗോളുകളായി ഹാരി കെയ്ന്. സാക്ഷാൽ പെലെയെ മറികടന്നിരിക്കുന്നു ഹാരി കെയ്ൻ. മത്സരത്തിൽ ഇംഗ്ലണ്ടിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയ്നും റാഷ്ഫോർഡും ബെല്ലിംഗാമും അഡൂക്കുമൊക്കെ ഒരുമിച്ചിറങ്ങിയപ്പോൾ മറുഭാഗത്ത് വിസയും എംബൂക്കുവും കിപ്പെങ്കയും ഒക്കെ ചേർന്നുകൊണ്ടാണ് കോങ്കോയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 7-ാമത്തെ മിനിറ്റിൽ തന്നെ കിപ്പെങ്കയിലൂടെ DR കോങ്കോ മുന്നിലെത്തി. ആ ഗോളിന് ശേഷം വീണ്ടും കോങ്കോ ചില നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. എന്നാൽ പിന്നീട് ഇംഗ്ലണ്ട് അങ്ങ് പൂർണ്ണമായിട്ടും തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ കോങ്കോ ഡിഫൻസിലേക്ക് പോവുകയും ചെയ്തു. ഏതായാലും ആദ്യ പകുതിയിൽ കോങ്കോ 1 ഗോളിൻ്റെ ലീഡുമായിട്ടാണ് കളിക്കളം വിട്ടത്. 2ാം പകുതിയിൽ വീണ്ടും ഇംഗ്ലണ്ടിൻ്റെ ശ്രമങ്ങൾ, കോങ്കോയുടെ ഗോൾ കീപ്പറുടെ സേവുകളും നമ്മൾ എടുത്തു പറയണം. എന്തായാലും കളിയുടെ 75-ാമത്തെ മിനിറ്റിൽ ഗോർഡൻ്റെ ക്രോസിൽ നിന്ന് കിടിലൻ ഒരു ഹെഡറിലൂടെ ഹാരി കെയ്ൻ പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. 1-1. തുടർന്ന് കോങ്കോ വീണ്ടും ഗോളിനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇംഗ്ലണ്ടിൻ്റെ ലീഡെടുക്കാനുള്ള ശ്രമം ഒടുവിൽ 86-ാമത്തെ മിനിറ്റിലാണ്. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോകുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ 86-ാമത്തെ മിനിറ്റിലാണ് ആ ഒരു സൂപ്പർ ഷോട്ട് വലയിലേക്ക് അടിച്ചങ്ങ് കയറ്റിക്കൊണ്ട് ഹാരി കെയ്ൻ ഇംഗ്ലണ്ടിൻ്റെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും കെയ്ൻ തന്നെയാണ് ഇംഗ്ലണ്ടിൻ്റെ വിജയശില്പി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.